അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള ടി വി, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനലായിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫേവററ്റ്സുകളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ഒരു ടീമാണ് സ്പെയിൻ. പക്ഷേ ഈ കാബോ വെർദയ്ക്കെതിരായിട്ടുള്ള ആദ്യ മത്സരത്തിലെ ഒരു സമനില സ്പെയിനെ കുറിച്ച് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ മത്സരത്തിലും പിന്നീട് മെച്ചപ്പെട്ട പ്രകടനങ്ങളുമായിട്ട് സ്പെയിൻ മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. അതേസമയം തന്നെ ഫ്രാൻസ് ഈ ലോകകപ്പിൽ ഏറ്റവും ഗംഭീരമായി കളിച്ച ടീമാണ്. ആ ഫ്രാൻസിനെ സെമിയിൽ തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിൻ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. സ്പെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ആദ്യം ഷിബുവിൻ്റെ ചോദ്യമാണ്. വേഗതയും നിയന്ത്രണവും തമ്മിലുള്ള ഒരു മത്സരമായാണ് ഫ്രാൻസ് സ്പെയിൻ സെമി മത്സരം തോന്നിയത്. വേഗതയ്ക്ക് മുകളിൽ കൺട്രോൾ വിജയം നേടുന്നതാണ് മത്സരത്തിൽ കണ്ടത്. എതിരാളികൾക്ക് പന്ത് നൽകാതെ, സ്പേസ് നൽകാതെ സ്പെയിൻ കളിച്ച കളി വിജയിക്കുകയാണ് ചെയ്തത്. ക്വിക്ക് പാസുകളിലൂടെയുള്ള സ്പെയിൻ്റെ കളി പുതിയ കാലത്തെ ടിക്കിടാക്കയാണോ? രണ്ട് ടീമുകളും ഒരുപോലെ പന്ത് നിയന്ത്രിച്ച് കളിക്കുന്നതല്ലേ ഫുട്ബോൾ മത്സരത്തിന് കൂടുതൽ ഭംഗി നൽകുക? ഈ പുതിയ തരം ടിക്കിടാക്കയെ എതിരിടാൻ ഇനിയൊരു മൗറിഞ്ഞോയും നെഗറ്റീവ് ഫുട്ബോളും ഉണ്ടാവുമോ? ഇപ്പോൾ ഫൈനലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് കുറേ ടാക്റ്റിക്കൽ ഫൗൾസ് ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ കാർഡ് കിട്ടാൻ സാധ്യത കുറവുള്ള ഏരിയാസിൽ ഇപ്പോൾ പാരഡൈസ് ആയാലും മെക്കാലിസ്റ്റർ ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന്. അല്ലാതെ ഈ സ്പെയിൻ്റെ ഫ്ലോ നിങ്ങൾ എങ്ങനെയെങ്കിലും തടുക്കാൻ നോക്കണം. അവർ ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ സമ്മതിച്ചാൽ അവർ 3-4 ഗോൾ അടിക്കും. അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പോൾ അവരുടെ ആ ഫ്ലോ ബ്രേക്ക് ഉറുഗ്വേക്ക് അത് ചെയ്യാൻ പറ്റി. ഉറുഗ്വേ അതൊരു വൃത്തിയായിട്ട് കളിയാക്കി മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ഫൗളിങ്, ബ്ലോക്കിങ് ഇതൊക്കെ ആയിട്ട് അവസാനം സ്പെയിൻ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരു കംഫർട്ടബിൾ ഒരു കളിയായിരുന്നില്ല അവർക്ക്. അതുപോലെ വല്ലതും ചെയ്യേണ്ടി വരും അർജന്റീന മിഡ്ഫീൽഡിനും. പിന്നെ സ്പെയിൻ്റെ കാര്യത്തിൽ പക്ഷെ കൺട്രോൾ മാത്രമല്ല, വേഗത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സൈഡിൽ യമാലും ഇവിടുന്ന് ലെഫ്റ്റ് ബാക്കായ കുക്കുറയൊക്കെ ഭയങ്കര സ്പീഡിലുള്ള കളിക്കാരാണ്. അപ്പോൾ അവർക്ക് രണ്ടും ഉണ്ട് ശരിക്കും. അവർക്ക് ആ ഭയങ്കര കൺട്രോളാണ്. ആ പാസിങ് ട്രയാങ്കിൾസ് കണ്ടാൽ നമ്മൾ ശരിക്കും അതിശയപ്പെട്ടു പോകും എത്ര സ്പീഡിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ ഡയറക്റ്റായിട്ട് ഓടാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഈ ലോകകപ്പിലെ നമ്മൾ കോച്ചുമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ടുക്കേല്, സ്കലോണി, പിന്നെ ആൻസലോട്ടി ഒക്കെ വലിയ ചർച്ചയായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ലാഫുവന്തയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ ലാഫുവന്തയെ കുറിച്ചൊന്ന് ദിലീപ് പറയാമോ? അതൊരു കഥ തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാൽ ഈ രണ്ട് കോച്ചുകളെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കലോണി ടോപ്പ് ഒരു ക്ലബിൽ മാനേജ് ചെയ്തിട്ടേ ഇല്ല. ഡെലഫ്യൂൻ്റെ ആണെങ്കിൽ അലവസിൽ എത്തിയപ്പോഴേക്കും അലവസിൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു. അവിടെ 11 കളിയായിട്ടാണ് കോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം മുഴുവനായിട്ടും ഈ ഏജ് ഗ്രൂപ്പ് ഫുട്ബോളിൽ കൂടി വന്നിട്ടുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ അർജന്റീനയുടെ കാര്യം പറഞ്ഞ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ ടീമിൽ ടാക്ടിക്സിൻ്റെ നിന്നും പ്രധാനം ഡ്രസ്സിംഗ് റൂം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. ഈ കളിക്കാരെ ഒക്കെ ആ ഏജ് ഗ്രൂപ്പ് തൊട്ട് അറിയണ കളിക്കാരാണ് ഡെലഫൻറ്റേക്ക്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ 65 വയസ്സായി. അപ്പം ഈ ഒരു 2 തലമുറകളെ കോച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ കളിക്കാരെയൊക്കെ അവർ 16-17 വയസ്സായപ്പോൾ തൊട്ടുള്ള അറിവാണ്. അപ്പം അവർക്കും ആ ഒരു കംഫർട്ട് ലെവലുണ്ട് അദ്ദേഹമായിട്ട്. അതാണ് ശരിക്കും ഈ ടീമിൻ്റെ ഒരു വലിയൊരു സക്സസ്. ഇപ്പോൾ ഒരു ലോകകപ്പ് ജയിക്കുന്നത് പലപ്പോൾ ഏറ്റവും കഴിവുള്ള കോച്ചോ ഏറ്റവും നല്ല സ്ക്വാഡൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അർജന്റീന പലപ്പോഴും 90കളിലും 2006-ലും ഒക്കെ കപ്പ് നേടേണ്ടതാണ്. പക്ഷെ അതല്ല, അത് ടീമും കോച്ചും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഡ്രസ്സിംഗ് റൂം എൻവയൺമെൻറ്റ്, ഇതൊക്കെ ആണ് ഏറ്റവും പ്രാധാന്യം. വ്യാസന്റെ ചോദ്യം. അർജന്റീനയും സ്പെയിനും കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കളിച്ചത് 4 നോക്കൌട്ട് മത്സരങ്ങളാണ്. ഇത്രയും കഠിനമായ മത്സരങ്ങൾ കളിക്കാർക്ക് പരിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നില്ലേ? ഫൈനൽ മത്സരത്തിനായി കളിക്കാരെ തയ്യാറെടുപ്പിക്കാൻ ഫിസിയോ ടീം എന്തെല്ലാം തയ്യാറെടുപ്പുകളാവും നടത്തുന്നുണ്ടാവുക? ഇപ്പം അത് കുറേ കൂടി എളുപ്പമായിട്ടുണ്ടെന്ന് ഞാൻ പറയുക. എന്താ വെച്ചാൽ ഇപ്പം എല്ലാ മെട്രിക്സും അവർ എന്താ പറയുക ട്രാക്കറൊക്കെ വെച്ചിട്ട് എല്ലാ കളിക്കാരുടെയും അവർ നോക്കും. പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ വരെ അങ്ങനെ ചെയ്യാൻ. ഇപ്പം ഡിപ്പോളിനെയൊക്കെ 2 കളിയിൽ സബ് ചെയ്ത് ഒന്നും കുറച്ച് പ്രായമായി തുടങ്ങി. ഇപ്പം 34 വയസ്സാവും. അപ്പോൾ ആ പണ്ടത്തെ പോലെ 90 മിനിറ്റ് ഓടാൻ പറ്റിയെന്ന് വരില്ല, പ്രത്യേകിച്ച് ചൂടൊക്കെ ഉള്ളപ്പോൾ.
അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ കളിക്കാരുടെയും വർക്ക് ലോഡ് അവർ മാനേജ് ചെയ്യും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കളിക്കാരുടെ. അതിപ്പോൾ മിഡ്ഫീൽഡ് നിരയിലും ഫോർവേഡ്സിൻ്റെ 2 പൊസിഷൻസാണ് ഏറ്റവും നോക്കുക. ഡിഫൻഡേഴ്സിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ സാധാരണ കുറച്ചും കൂടി ലിമിറ്റഡ് ആണ്. പലപ്പോഴും ഒരു ഡിഫൻഡർ ഒരു സീസണിലെ എല്ലാ കളിയൊക്കെ കളിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ മെസ്സിയുടെ കേസ് വേറെ തന്നെയാണ്. മെസ്സി ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ എല്ലാ കളി കളിച്ചാലും കുഴപ്പമില്ല. ഈ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഈ ട്രാക്കിങ് അവർ ശരിക്കും നോക്കുക, എത്ര അവർ പ്രയത്നിച്ചിട്ടുണ്ട്, എത്ര റെസ്റ്റ് വേണം എന്നൊക്കെ. അടുത്തത് വ്യാസന്റെ തന്നെ മറ്റൊരു ചോദ്യം. സ്പെയിൻ ഡിഫൻസിൽ കുബാസിക്ക് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് കണ്ടു, ഐമറിക് ലാപ്പോർട്ടയെ ആരും കാര്യമായി പറഞ്ഞു കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? ലാപ്പോർട്ടയെ പോലെ പരിചയസമ്പന്നനായ ഒരു സെന്റർ ബാക്ക് ഉള്ളത് കൊണ്ടല്ലേ കുബാസിക്ക് അനായാസം കളിക്കാൻ സാധിക്കുന്നത്? ബാഴ്സലോണയിൽ കുബാസിയുടെ കളിക്ക് ഈ പരിമിതിയുണ്ട്. ലാപ്പോർട്ടയല്ലേ യഥാർത്ഥത്തിൽ സ്പാനിഷ് പ്രതിരോധത്തിന്റെ നട്ടെല്ല്? ഒരാളെ മാത്രം എപ്പോഴും ഒരു കോമ്പിനേഷൻ ആണല്ലോ. ഇപ്പോൾ ബാഴ്സലോണയിൽ പക്ഷെ പറഞ്ഞത് ശരിയാണ്, കുബാസിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ള പ്രശ്നം എന്താണ്, അടുത്തൊരു സീനിയർ കളിക്കാരനില്ല. ഈ ഓരോ കളിക്കാരനും വളർന്ന് വലുതാകുമ്പോൾ കൂടിയൊരു സീനിയർ ഉള്ളത് ഇപ്പോൾ മൾഡീനിക്ക് ബെറേസി ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും എല്ലാ കളിക്കാർക്കും ആ ഒരു ഗൈഡിങ് ഇത് വേണം ശരിക്കും. ഇവിടെ ലപ്പോർട്ട ആണെങ്കിൽ സിറ്റിയുടെ കൂടെ അനേക ട്രോഫികൾ നേടിയ കളിക്കാരനാണ്. സൗദി പോയി പിന്നെ തിരിച്ചിപ്പോൾ സ്പെയിനിൽ ബിൽബാവിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പല ടോപ്പ് ലീഗ്സിലും അനുഭവമുള്ള ഒരു കളിക്കാരനും അനേക അന്താരാഷ്ട്ര മാച്ച് കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് തന്നെയാണ് അങ്ങനത്തെ ഒരു കളിക്കാരൻ്റെ കൂടെ കളിക്കുമ്പോൾ. തോമസ് സിബിയുടെ ചോദ്യങ്ങളാണ്. സ്പെയിൻ ക്യാപ്റ്റൻ റോഡ്രിയെ പോലെയുള്ള ഒരു മിഡ്ഫീൽഡ് എഞ്ചിനെ അർജന്റീന മിഡ്ഫീൽഡിന് പൂട്ടാൻ പറ്റുമോ? അത് പൂട്ടാൻ പറ്റിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ആ കളി ശരിക്കും. എന്ന് വെച്ചാൽ ഫ്രാൻസിനെതിരെ മുഴുവൻ ആ കളിയുടെ താളം മുഴുവൻ സെറ്റ് ചെയ്തത് റോഡ്രിക്ക് വേണ്ടതിനനുസരിച്ച് ആ കളി കളിച്ചു ശരിക്കും. അതിപ്പോൾ സ്പെയിനിൻ്റെ മിക്കവാറും എല്ലാ മൂവും റോഡ്രിയിൽ നിന്നായിരിക്കും തുടങ്ങുക. ചിലത് മാത്രം കുക്കറയെ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നല്ലാതെ മിക്ക മൂവ്മെൻറ്റും എപ്പോഴും റോഡ്രിയിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ അത് തടയാൻ പറ്റിയില്ലെങ്കിൽ 90 മിനിറ്റ് നിങ്ങൾ ബോളിന് പുറകെ ഓടേണ്ടി വരും. ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. റോഡ്രി ഒരു തവണ ബാലൻഡിയോർ നേടിയിട്ടുള്ള ആളാണ്. ഇപ്പം ഈ ലോകകപ്പ് അഥവാ സ്പെയിനാണ് വിജയിക്കുന്നതെങ്കിൽ അടുത്തൊരു ബാലൻഡിയോറിനൊക്കെ ഉള്ള ഒരു സാധ്യത റോഡ്രിക്ക് ഉണ്ടാവുമോ? പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ പല മികച്ച ക്ലബിന് കളിക്കുന്ന കളിക്കാർ ഇപ്പോൾ ലോകകപ്പ് സെമിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹാരി കെയ്ൻ ഒരു സെമി എത്തി. മെസ്സി ഇപ്പോൾ ഒരു വലിയ ക്ലബിലല്ലെങ്കിലും 8 ഗോളും 4 അസിസ്റ്റും ആയി. പലർക്കും പറയാനും പറ്റും ഇപ്പം മെസ്സി ഇല്ലാതെ അർജന്റീന ഫൈനലിൽ എത്തില്ലായിരുന്നു. അപ്പം ഇതിനൊക്കെ ഓരോ വെയിറ്റ് കൊടുക്കും, ഇത് തീരുമാനിക്കും. അപ്പം അത് എപ്പോഴും ഒരു ഡിഫെൻസീവായിട്ടുള്ളൊരു പ്ലെയർക്ക് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലെങ്കിൽ പല മികച്ച സെൻറ്റർ ബാക്സിനൊക്കെ കിട്ടേണ്ടതായിരുന്നു, അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു ലോകകപ്പ് നടക്കുന്ന ഒരു കൊല്ലത്തിൽ സാധാരണ എപ്പോഴും ഒരു അറ്റാക്കിംഗ് പ്ലെയർക്കാണ് അത് കിട്ടുക. ഫെർണാണ്ടോ ടോറസിനെ പോലെ ഒരു പ്രോപ്പർ നമ്പർ 9 സ്പെയിൻ മിസ് ചെയ്യുന്നില്ലേ ഫിനിഷിങ്ങിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തോമസ് സിബി. അതൊരു ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്പെയിൻ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ശരിക്കും ഒരു വേൾഡ് ക്ലാസ് നമ്പർ 9 എന്ന് പറയാൻ ആരുമില്ല. പക്ഷെ ഒയാൽസബാലിൻ്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ടോറസിൻ്റെ മികച്ച നമ്പേഴ്സ് സ്പെയിനിന് വേണ്ടി. പിന്നെ ടോറസും ഡേവിഡ് വിയ ഒരുമിച്ച് കളിച്ച ലോകകപ്പ് 2010 7 മാച്ചിൽ സ്പെയിൻ ആകെ 8 ഗോൾ അടിച്ചുള്ളൂ. ശരിയാണ്, മിക്ക ടീംസ് അവർക്കെതിരെ വളരെ ലോ ബ്ലോക്ക് കളിച്ച് അൾട്രാ ഡിഫെൻസീവായിട്ട് കളിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ലോകകപ്പിലും പല ടീമും അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് അവർ 13 ഗോൾ അടിച്ചിട്ടുണ്ട് 7 കളിയിൽ. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നല്ല കളിക്കാരെ വെച്ചിട്ടായിരിക്കില്ല ഒരു ലോകകപ്പ് ജയിക്കുക. ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ കൂട്ടം കളിക്കാർക്ക് ഏറ്റവും സൂട്ട് ചെയ്ത ഒരാൾ വേറെ ഒരാളായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഒയർസബാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സെമിയിലെ പെനാൽറ്റി ഗോള് ശരിക്കും അതാണ് ആ കളിയെ മാറ്റിമറിച്ചതെന്ന് പറയുന്നുണ്ട്. അതിൽ ശരിക്കും ഈ ഒയർസബാൽ എന്നുള്ള ഒരു പ്ലെയർ ആ കിക്ക് എടുത്തത് വളരെ ക്രൂഷ്യൽ ആയിരുന്നില്ലേ? അല്ല, ആ ഗോൾ തന്നെയാണ് കളിയുടെ ആകപ്പാടുള്ള പാറ്റേൺ മാറ്റി. അതിന് മുമ്പുള്ള ഒരു 10 മിനിറ്റ് ഫ്രാൻസ് ആയിരുന്നു നന്നായി കളിച്ചിരുന്നത്. പെട്ടെന്ന് ഈ പെനൽറ്റി കിട്ടുന്നു, പക്ഷെ കിട്ടിയാൽ മാത്രം പോരാ, അത് സ്കോർ ചെയ്യും വേണം. ഇപ്പം നമ്മൾ ഈ ലോകകപ്പിൽ തന്നെ പല മികച്ച കളിക്കാരും കിക്ക് മിസ് ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ട്, മെസ്സി തുടങ്ങിയിട്ട്. അപ്പം അതെങ്ങാനും സ്പെയിൻ സ്കോർ ചെയ്തിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കളിയായിരുന്നു കാണുക.
Camely Diamond and Gold, setting trends in Calicut. തോമസ് ബിയുടെ തന്നെ മറ്റൊരു ചോദ്യം. ഫൈനലിൽ അർജന്റീന ഡാനി ഓൾമോ എന്ന ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെ മാർക്ക് ചെയ്താൽ ആര് മുന്നോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും? ലാമിൻ യമാലിന്റെയും കുക്കുറയുടെയും സ്പീഡ് അർജന്റീനയ്ക്ക് വെല്ലുവിളിയാവില്ലേ? സ്പീഡ് എപ്പോഴും അത് ഇവർക്ക് സ്പീഡിന് മാത്രം പറയാൻ പറ്റില്ല. യമാലിനൊക്കെ ബോൾ വെച്ചിട്ട് അത്രയും വേഗതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. കുക്കുറേ അത് നല്ല ബോൾ കൺട്രോൾ, വെറും ഒരു ഓട്ടക്കാരനല്ല. പിന്നെ സ്പെയിനിന് അത് മാത്രമല്ലല്ലോ, ഇപ്പൊ ക്രിയേറ്റീവ് ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഫാബിയൻ റൂയിസ് എത്രയോ കാലമായിട്ട് നാപ്പോളിക്കും PSG-ക്കും ഇത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് തനിക്ക് മുന്നോട്ട് പോയി ഗോൾ അടിക്കാനും അറിയാം, ബാക്കിയുള്ളവർക്ക് ചാൻസ് സൃഷ്ടിച്ചു കൊടുക്കാനും അറിയാം. അപ്പം അങ്ങനെ പല ഡേഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ റോഡ്രി സെറ്റ് പീസിന് എപ്പോഴും ഒരു ഡേഞ്ചറാണ്. പിന്നെ കളിയുടെ താളം മുഴുവൻ സെറ്റ് ചെയ്യേണ്ടത് റോഡ്രി ആയിരിക്കും. അർഷദിന്റെ ചോദ്യം, തന്ത്രമോ പാരമ്പര്യ ശൈലിയോ ഫൈനലിൽ എന്താവും വിജയിക്കുക? റോഡ്രിയുടെയും പാരഡൈസിന്റെയും കളി ഫൈനലിൽ എത്രത്തോളം നിർണായകമാണ്? പാരമ്പര്യത്തിന് വലിയൊരു പ്രസക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഈ വളരെ പ്രഷറൊക്കെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇപ്പം അർജന്റീന ടീം ഇപ്പം 4 കളി തോൽക്കേണ്ട കളി എന്ന് പറയും. 4 നോക്കൗട്ട് മാച്ച് 4 തോൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതെപ്പോഴും ആ ഒരു ക്രിട്ടിക്കൽ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് ജയിക്കാൻ ഒരു വഴി അവർ കണ്ടെത്തി. അത് കുറേ മുമ്പത്തെ ആ ഒരു വിശ്വാസമായിരിക്കും. ഇതിൽ പല കളിക്കാരും ഇപ്പോൾ 86-ത്തെ സെമി ഫൈനലിൽ കളിക്കുമ്പോഴോ 90-ൽ ഫൈനൽ കളിക്കുമ്പോഴോ ഒന്നും അവർ ജനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരാ കഥകൾ കേട്ടിട്ടുണ്ട്. അർജന്റീന തോൽക്കാത്തൊരു ടീമാണ്, വലിയ മാച്ചുകൾ ജയിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ഷർട്ട് ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാവും. നേരെ തിരിച്ചിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഓവനായാലും റിയോ ഫെർഡിനാൻഡ് ഇവരൊക്കെ പറയുന്നത് നമ്മൾ ഈ തോറ്റ് കളിച്ചിട്ടുള്ളത് കാരണം എത്ര നല്ല കളിക്കാരായാലും ആ 1-0 മുന്നിട്ട് നിൽക്കുമ്പോൾ അയ്യോ ഇനി തോറ്റാലോ എന്ന് ആ ഒരു പേടി. അതിപ്പോൾ 2 രീതിയിലും വരാം. ഇപ്പം അർജന്റീനയ്ക്ക് ആ ജയിച്ചിട്ടുള്ള പാരമ്പര്യമുണ്ട്, അത് തീർച്ചയായിട്ടും ഈ കളിക്കാരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാരണം മാത്രം ഒരു കളി ജയിക്കാനൊന്നും പോകുന്നുണ്ട്. ഇപ്പം സ്പെയിനിൻ്റെ എതിരെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ആ മിഡ്ഫീൽഡ് എങ്ങനെയെങ്കിലും, ആ സ്പെയിനിൻ്റെ മിഡ്ഫീൽഡിനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തടയാൻ പറ്റണം. റോഡ്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അർജന്റീനയിൽ പാരഡൈസ് അത്രത്തോളം, പാരഡൈസ് വളരെ പ്രധാനപ്പെട്ട കളിക്കാരൻ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്ടിക്കൽ ഫൗളിങ് ഇല്ലാതെ ഈ സ്പെയിനിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിൽ പാരഡൈസും മെക്കാലിസ്റ്ററും ആയിരിക്കും. അവർ ഈ കളിക്കാരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അത് പ്രധാനമായിട്ട്. അത് ഫൗൾ ചെയ്യാന്ന് പറഞ്ഞാൽ കാർഡ് കിട്ടാതെ ഫൗൾ ചെയ്യണം. ഇപ്പം ബോക്സിൻ്റെ അടുത്തൊക്കെ ഫ്രീ കിക്ക് കൊടുത്താൽ അതും പ്രശ്നമാണ്. അപ്പം എവിടെ ഫൗൾ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ ഫൗൾ ചെയ്യുന്നു, അതാണ് ഈ പലപ്പോഴും ഇങ്ങനത്തെ കളികൾ തീരുമാനമാക്കുന്നത്. അത് നേരത്തെ തന്നെ പാരഡൈസിന് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ റാബിയോന് പറ്റിയ പോലെ ഹാഫ് ടൈമിൽ മാറ്റേണ്ടി വരും ചിലപ്പോൾ. അപ്പം ഇത് വളരെ ശരിക്കും ഒരു ബാലൻസാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് മറ്റേ ടീമിനെ തടയാൻ പറ്റും ഒരു കാർഡ് കിട്ടാതെ, അതാണ് ഈ കളി തീരുമാനിക്കാൻ പോകുന്നത്. അടുത്തത് അലക്സ് അലോഷ്യസിന്റെ ഒരു ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗാരത്ത് സൗത്ത്ഗേറ്റ് ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കിയ കോച്ചാണ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ ഇംഗ്ലണ്ട് ഒരു ലോകകപ്പ് സെമി ഫൈനൽ കളിക്കുകയും 2 യൂറോ ഫൈനലുകളിൽ എത്തുകയും ചെയ്തു. എങ്കിലും ഡിഫൻസിലൂന്നിയ ശൈലി, 90 മിനിറ്റിനുള്ളിൽ കളി തീർക്കാതെ അധിക സമയത്തേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ, പിഴവുകൾ ആവർത്തിക്കുന്ന കളിക്കാരെ വീണ്ടും കളിപ്പിക്കുക, സബ്സ്റ്റിറ്റ്യൂഷനിലെ മോശം തീരുമാനങ്ങൾ തുടങ്ങിയവ ഇംഗ്ലണ്ടിനെ അർഹിക്കുന്ന കിരീട വിജയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയതായി കാണാം. തോമസ് ടുക്കേൽ തന്നെ തൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഇംഗ്ലണ്ട് തോൽക്കാതിരിക്കുന്നതിനായി മാത്രമാണ് കളിച്ചിരുന്നത് എന്ന് ഒരു വിമർശനം നടത്തിയിരുന്നു. ഒരു ഇംഗ്ലണ്ട് മാനേജർ എന്ന നിലയിൽ എന്താണ് സൗത്ത്ഗേറ്റിന്റെ ലെഗസി? തോമസ് ടുക്കേലിന്റെ ഇംഗ്ലണ്ട് ടീമിന് സൗത്ത്ഗേറ്റിന്റെ ടീമിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എറിക്സൺ, കപ്പല്ലോ, ഹോഡ്സൺ തുടങ്ങിയവർ പരാജയപ്പെട്ടയിടത്ത് സൗത്ത്ഗേറ്റ് വിജയിച്ചു എന്നത് വിസ്മരിക്കുന്നില്ല. എന്തായാലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യ സെമിയിൽ തോറ്റു. എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കാൻ കഴിവുള്ളൊരു ടീം വെച്ചിട്ട് തോൽക്കുക എന്ന് പറഞ്ഞാൽ
സൗത്ത് ഗേറ്റിനെ ഞാൻ അതിന് കുറ്റം പറയില്ല. ഇപ്പം 2018 സെമി തോൽക്കുമ്പോൾ അത് വളരെ മികച്ച ഒരു അപ്പോഴൊക്കെ ലൂക്ക മോഡ്രിച്ച് പീക്ക് എന്ന് പറയില്ല, പക്ഷെ വളരെ ക്ലോസ് ടു പീക്ക് ലൂക്ക മോഡ്രിച്ച് ആയിരുന്നു. 3 തവണ അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗൊക്കെ റിയാലിൻ്റെ കൂടെ ജയിച്ച ഒരു കളിക്കാരൻ. അങ്ങനത്തെ ഒരു ടീമിനോട് തോൽക്കണേന് അപ്പോഴത്തെ കാലത്ത് ഇംഗ്ലണ്ടിനാണെങ്കിൽ ബെല്ലിംഗം ഒന്നുമില്ല, സാക്കില്ല. അപ്പം ഈ ഒരു ക്വാളിറ്റി കളിക്കാർ കെയ്ൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ചുറ്റുള്ള കളിക്കാർക്ക് ഈ ക്വാളിറ്റി ഇല്ല. അതിന് മുമ്പ് ആ ജെറാഡ് ഒരു തലമുറ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 2008 സെമി എത്തിയത് വലിയൊരു നേട്ടമായിരുന്നു. ഇത്തവണ ശരിക്കും അതിന് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു സ്ക്വാഡായിരുന്നു. പക്ഷെ അത് നമുക്ക് അറിയാനും പോലും പറ്റിയില്ല. എന്താ വെച്ചാൽ ആ കളിക്കാരുടെ കഴിവ് തീരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന്. ആ അവസാനത്തെ 35 മിനിറ്റിൽ ഇംഗ്ലണ്ട് ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ല. അടുത്തത് ദിലീപിന്റെ അഭിപ്രായത്തിൽ 2000-ന് ശേഷം നടന്ന വേൾഡ് കപ്പ് ടൂർണമെന്റുകളിൽ ഏറ്റവും മികച്ച ടൂർണമെന്റ് ഏത് വർഷത്തെയാണ്? മികച്ച കളിക്കാരുടെ സാന്നിധ്യം, ടീമുകളുടെ സ്ക്വാഡ് ഡെപ്ത്, മത്സരങ്ങളുടെ നിലവാരം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു റീസൻസി ബയസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് നടന്ന കാര്യങ്ങൾ അധികം ഓർമ്മിക്കുന്നുള്ളത്. പക്ഷേ എങ്ങനെ നോക്കിയാൽ ഈ ലോകകപ്പ് വളരെ ടോപ്പിന് വളരെ അടുത്തായിരുന്നു. 2000-ന് ശേഷം നടന്നിട്ടുള്ളതിൽ എന്താ വെച്ചാൽ മികച്ച കുറേ ടീംസ് ഫൈനൽ സ്റ്റേജസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ എപ്പോഴും കാണുന്നത് എന്താ, വളരെ പ്രതീക്ഷയോടുകൂടി വരുന്ന വലിയ ടീമുകൾ ആദ്യ റൗണ്ടിൽ തന്നെ. ഇപ്പോൾ അർജന്റീനയ്ക്ക് 2002 പറ്റി, ഇംഗ്ലണ്ടൊക്കെ 14 ആദ്യ റൗണ്ടിൽ പുറത്താവുന്നു. അപ്പം അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ജർമ്മനി 18 പുറത്താവുന്നുണ്ട്. ഇത്തവണ അങ്ങനെ വലിയൊരു അട്ടിമറി എന്ന് പറയാണ്ട് ശരിക്കും പോർച്ചുഗലിൻ്റെ മാത്രമേ ഉള്ളൂ. അതും പക്ഷെ അവർ തോറ്റത് സ്പെയിനിനോടാണ്. ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാത്തത് കാരണം സ്പെയിനെ കളിക്കേണ്ടി വന്നു, അവിടെ തോറ്റു. അതും വലിയൊരു അപ്സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും നല്ല ടീമുകൾ ഫൈനൽ റൗണ്ട്സിൽ കളിക്കണം എന്നാണ്. അത് തന്നെയാണ് ഇത്തവണ കണ്ടിട്ടുള്ളത്. അത് കാരണം ഞാൻ പറയും ഇത് വളരെ അടുത്തായിരിക്കും. ടോപ്പ് എന്ന് പറയാം 2002 വളരെ മികച്ചൊരു ലോകകപ്പായിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം റെഫറിങ്. ഈ കൊറിയയും ജപ്പാനും അനുകൂലമായിട്ട് കുറേ റെഫറിങ് തീരുമാനങ്ങളുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തിയ, പക്ഷെ അതും ഒരു ഹൈ ക്ലാസ് വേൾഡ് കപ്പായിരുന്നു. 2010-ന് ശേഷം നടന്ന വേൾഡ് കപ്പ് ടൂർണമെന്റുകളിൽ കളിക്കാരുടെ വ്യക്തിഗത മികവ്, ടീം പെർഫോമൻസ്, കളിയുടെ നിലവാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച 3 ടീമുകൾ ഏതൊക്കെയാണ്? ടൂർണമെന്റ് വിജയികളാകണമെന്നില്ല. ജർമ്മനി ആയിരിക്കും. 2014 ജയിച്ച ജർമ്മനി വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു. പിന്നെ എല്ലാവർക്കും ആ 7-1 ഓർമ്മയുണ്ടാവും. അർജന്റീനയ്ക്കും ജയിക്കാൻ അനേക സാധ്യതകളുള്ള ഫൈനലായിരുന്നു. പക്ഷെ അതൊരു ടൈറ്റ് ഗെയിം അവർ ജയിച്ചു. ബാക്കി മിക്ക കളികളും അവർ ഡോമിനേറ്റ് ചെയ്ത് ജയിച്ചൊരു ടീമാണ് ആ ജർമ്മൻ ടീം 2014. 22-ലും 26-ലും അർജന്റീന ഏകദേശം അത് സെപ്പറേറ്റ് ചെയ്യാൻ വിഷമം. എന്താ വെച്ചാൽ ഏകദേശം ഒരേ ടീമാണ്, കോർ പ്ലേയേഴ്സ് മുഴുവൻ സെയിം ആണ്. ഒരു ഡിമറി ഇല്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ടീമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ മെസ്സിയും ഡിമറിയെ മാറ്റി നിർത്തിയാൽ ഒരൊറ്റ കളിക്കാരനില്ല ഇത് ഒരു ഓൾ ടൈം അർജന്റീന സ്ക്വാഡിലേക്ക് പോകണം. പക്ഷെ എന്നാലും അവരൊരു ടീമായി കളിച്ചിട്ട്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ടീം സ്പോർട്ടാണ്. ഏറ്റവും പീക്ക് മെസ്സിക്ക് ലോകകപ്പ് ജയിക്കാൻ പറ്റിയില്ല 10-ലോ 14-ലോ ഒന്നും. എന്തുകൊണ്ട്? ചുറ്റുള്ള ഒരു ടീമായിരുന്നില്ല ശരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അർജന്റീന ടീമും വരും. 22-ഉം 26-ഉം ഞാൻ അത് മാറ്റി നിർത്തുന്നില്ല, അത് ഒരു ടീമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ 18-ൽ ജയിച്ച ഫ്രാൻസ് ആയിരിക്കും. അതും വളരെ കൺട്രോളോടുകൂടി ജയിച്ച ഒരു ടീം. അത് അവർക്കൊരു കളി ഡോമിനേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർക്ക് അതും ചെയ്യാൻ പറ്റി. ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെ ഒരു 4-2 ആയിരുന്നില്ലേ, 4-2 4-3 ഒരു സെക്കൻഡ് റൗണ്ട് ഗെയിം. പിന്നെ ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ, സെമിയിൽ ബെൽജിയമിനെതിരെ വലിയ കളികൾ അവർക്ക് ജയിക്കാനും പറ്റി. അപ്പോഴാണ് പിന്നെ നമ്മൾ ആദ്യം എംബാപ്പെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാർ ആയിട്ട് കാണുന്നത്. അപ്പം ഈ 3 ടീമുകളും ആയിരിക്കും. അല്ല, 2002-ന് ശേഷം പറയുന്നത്. അങ്ങനെ 2000-ന് ശേഷം അങ്ങനെയാണെങ്കിൽ ഫ്രാൻസ് അല്ല, സോറി, ഏറ്റവും ടോപ്പ് മിക്കവാറും ജർമ്മനിയുടെ മേധ ഞാൻ ബ്രസീൽ 2002 എന്ന് വെച്ചാൽ R9 ഉള്ള ടീമാണ്. അതിൻ്റെ മേധ ഒരു ടീമിനെ കാണാൻ വലിയ വിഷമം. ആ ഫ്രണ്ട് 3 റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, R9, പിന്നെ 2 ഫുൾ ബാക്സ് കാഫും റോബർട്ടോ കാർലോസ്, പിന്നെ ഭയങ്കര ഒരു
മികച്ചൊരു സെൻട്രൽ ഡിഫൻസ്, ഒരു മിഡ്ഫീൽഡിൽ മാത്രം ഒരു മാജിക് ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിക്കവാറും 2000-ന് ശേഷമാണെങ്കിൽ ബ്രസീൽ 2002, പിന്നെ ജർമ്മനി 14, പിന്നെ ഇപ്പോഴത്തെ ഈ അർജന്റീന ടീം. പക്ഷേ ഈ 2000-ന് ശേഷമുള്ള നമ്മുടെ ഈ ഒരു കാൽ നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൺസിസ്റ്റൻസി കാണിക്കുകയും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന 2 ടീമുകൾ ശരിക്കും അർജന്റീനയും ഫ്രാൻസും അല്ലേ? ഇനി മറ്റൊരു ടീം അതല്ലാത്ത മറ്റേതെങ്കിലും ടീം ദിലീപിന് പറയാനുണ്ടോ? കൺസിസ്റ്റന്റ് ആയിട്ടെന്ന് പറയാൻ ഇപ്പോൾ സ്പെയിനൊക്കെ കുറേ മോശം കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഇംഗ്ലണ്ട് കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് കൺസിസ്റ്റന്റ് ആണ്. 2016 യൂറോ വലിയ ദുരന്തമായിരുന്നു. അതിനുശേഷം ഒരുവിധം എല്ലാ മേജർ ടൂർണമെന്റും നന്നായി കളിച്ചിട്ടുണ്ട്. ജർമ്മനി വളരെ മോശമായിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റലിയൊന്നും കളിക്കുന്ന പോലും ഇല്ല ലോകകപ്പിൽ. അപ്പോൾ പല വലിയ രാജ്യങ്ങളും ബ്രസീൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, അർജന്റീനയും ഫ്രാൻസിൻ്റെയും ഒരു കാലമായിട്ട് കാണാം ഈ കഴിഞ്ഞൊരു 10 കൊല്ലം. അവസാനത്തെ ചോദ്യം നിഖിലിൻ്റെ ചോദ്യമാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാകുന്ന ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2034 ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 64 വർദ്ധിപ്പിച്ചാൽ ഇന്ത്യക്ക് യോഗ്യത നേടാൻ യഥാർത്ഥ സാധ്യത ഉണ്ടാകുമോ? മിനർവ അക്കാദമിയിലൂടെ രഞ്ജിത്ത് ബജാജിന്റെ നേതൃത്വത്തിലുള്ള അണ്ടർ 15 ടീം ഹെൽസിങ്കി കപ്പ് അനായാസമായി നേടി നിരവധി ഗോളുകൾ നേടി മികവ് തെളിയിച്ചു. അത്തരത്തിലുള്ള അക്കാദമികൾക്ക് മതിയായ പിന്തുണയും ദീർഘകാല ഗ്രാസ് റൂട്ട് വികസനവും ലഭിച്ചാൽ ഇന്ത്യക്കും ലോകകപ്പിൽ എത്താൻ കഴിയുമോ? കഴിവ് ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ വളർത്തിയെടുക്കാനുള്ള സംവിധാനമാണ് കുറവെന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അല്ല, അക്കാഡമീസ് ഇതിപ്പോൾ നമ്മൾ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമികളാണ് ഒരു 30% പ്രാധാന്യം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ അക്കാഡമിയിൽ നിന്ന് വരുന്ന കളിക്കാർക്ക്, ഇപ്പോൾ ടാറ്റ ഫുട്ബോൾ അക്കാഡമിയൊക്കെ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. കളിക്കാർക്ക് കളിക്കാൻ ലീഗ് വേണം, ടീമുകൾ വേണം. അതിപ്പോൾ ഒരു നാഷണൽ ലീഗ് മാത്രം പോരാ, നാഷണൽ ലീഗിലേക്ക് ഫീഡ് ചെയ്യണ ഒരു വലിയൊരു സിസ്റ്റം വേണം. ഇപ്പം എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ആൾക്കാരാണ്, ഈസി ആയിട്ട് ഒരു 20 ക്ലബ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്, ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ അടുത്ത കാലത്താണ് ഒരു സൂപ്പർ ലീഗ് കേരള വന്നിട്ടുള്ളത്. അതിൽ ഇപ്പം തൽക്കാലം 6 ടീമേ ഉള്ളൂ. അപ്പോൾ ഈ ലീഗ് സ്ട്രക്ചറാണ് എല്ലാ വലിയ ഫുട്ബോൾ രാജ്യത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ആഫ്രിക്കയിൽ പോയാലും ഒക്കെ അവർക്ക് എല്ലാ മികച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലും വളരെ വ്യക്തമായൊരു ലീഗ് സ്ട്രക്ചർ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. അപ്പം അതില്ലാതെ അക്കാഡമീസ് വേണം തീർച്ചയായിട്ടും. ഒരു നിർബന്ധമായിട്ടും ഓരോ ലീഗും ISL ക്ലബിനും അവരുടേതായിട്ടുള്ള ശരിക്കുള്ള നന്നായി നടത്തുന്ന ഒരു അക്കാഡമി വേണമെന്ന് അതൊരു ക്ലോസ് ആക്കിയിട്ട് തന്നെ എഴുതി ഉണ്ടാക്കണം എന്തൊരു പാർട്ടിസിപ്പേഷൻ അഗ്രിമെൻറ്റിൽ. പക്ഷെ അതൊരു വശം മാത്രമാണ്. ഇതിൻ്റെ കൂടെ ലീഗ്സ് വേണം, റിസർവ് ടീം ലീഗ് വേണം, ഈ ഫീഡർ ലീഗ്സ് വേണം. ഓരോ വലിയ സ്റ്റേറ്റ്, ബംഗാൾ, കേരള, ഗോവ, ഇവിടുന്നൊക്കെ ഈ വലിയ നാഷണൽ ലീഗ്സിലേക്ക് ഫീഡ് ചെയ്യണ ലീഗും വേണം.